ഇൻഫിനിക്സിൻ്റെ ഇൻഫിനിക്സ് GT30 5G+ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് കുറേയൊക്കെ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫിനിക്സ് GT30 5G+ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇതുപോലെ നിങ്ങളുടെ സ്വന്തം ഫോട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ പ്രിന്റ് ചെയ്തിട്ടുള്ള മൊബൈൽ കേസുകൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കാണാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്ന ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗെയിമിംഗ് ഫീച്ചേഴ്സ് ആയിരിക്കും. അപ്പം ഈ ഒരു ഫോണിൽ MediaTek Dimensity 7400 എന്ന പ്രോസസ്സറായിരിക്കും വരിക. ഇപ്പം മിക്കവാറും ഈ ഒരു ഫോണിൻ്റെ വില 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. ചിലപ്പോൾ ഒരു 15,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എത്തിയേക്കാം. അപ്പം ആ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് നല്ലൊരു പ്രോസസ്സറൊക്കെ തന്നെയാണ്. പിന്നെ BGMI ഒക്കെ കളിക്കുന്ന സമയത്ത് 90 FPS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിൽ 5G സപ്പോർട്ട് വരും. പിന്നെ ഈ ഒരു ഫോണിൽ 8GB റാം വരെയും 256GB ഇൻറ്റേർണൽ വരെയും വരുന്നതായിരിക്കും. LPDDR5X റാം തന്നെ ഇതിൽ വരുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഷോൾഡർ ട്രിഗർ ബട്ടൺസ് വരുന്നതായിരിക്കും. അതായത് ഫോണിൻ്റെ മുകളിലായിട്ട് എക്സ്ട്രാ ചില ബട്ടൺസ് നമുക്ക് ലഭിക്കും. ഇത് ഗെയിമിങ്ങിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അത് നല്ലൊരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഇത് ക്യാമറ ബട്ടണായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഇതിൽ വരും. Android 15 ബേസ് ആയിട്ടുള്ള XOS സോഫ്റ്റ്വെയർ ആയിരിക്കും ഇതിൽ വരിക. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. അപ്പം ഇതിൽ ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരും. 20,000 രൂപയ്ക്ക് താഴേക്ക് അത് നല്ലൊരു കാര്യമാണ്. പിന്നെ AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ 144 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരും. പിന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരിക. ഇപ്പോൾ ഗെയിമിംഗ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ ആയിരിക്കും ബെറ്റർ കേർവ്ഡ് ഡിസ്പ്ലേക്കാളും. പീക്ക് ബ്രൈറ്റ്നസ് വരിക 4500 nits ആയിരിക്കും. Gorilla Glass 7 പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അപ്പം മികച്ച ഡിസ്പ്ലേ ഫീച്ചേഴ്സും ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരും. ഫോണിൻ്റെ ബാക്കിൽ LED ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ ഗെയിമിംഗ് ഫോൺസിൽ പൊതുവെ ഫോണിൻ്റെ ബാക്കിൽ LED ലൈറ്റൊക്കെ കാണാറുണ്ട്. അതുപോലെ LED ലൈറ്റ് ഇതിലും വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ പൾസ് ഗ്രീൻ, സൈബർ ബ്ലൂ, അതുപോലെ തന്നെ ബ്ലൈഡ് വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആയിരിക്കും ലോഞ്ച് ചെയ്യുക. ഇനി ബാറ്ററിയുടെ കാര്യത്തിൽ 5200 mAh ബാറ്ററി ആയിരിക്കും വരിക. അപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി വന്നേക്കാം. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നതായിരിക്കും. അപ്പം തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡും വന്നേക്കാം. പിന്നെ Type-C ചാർജിങ് പോർട്ടുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. അപ്പം ആവറേജ് ആയിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നതായിരിക്കും. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മിക്കവാറും ഇത് ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കില്ല. ഇപ്പോൾ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. മിക്കവാറും 50 MP ഒരു മെയിൻ ക്യാമറ സെൻസറും 2 MP ഒരു സെൻസറും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ ഒരു 13 MP അല്ലെങ്കിൽ 16 MP ഒരു സെൽഫി ക്യാമറയും വന്നേക്കാം. അപ്പോൾ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആയിരിക്കാൻ സാധ്യതയില്ല. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ August 8 ഈ സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ലോഞ്ച് ഡേറ്റ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഇതിൻ്റെ ടീസർ വന്നിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് വഴിയായിരിക്കും ഈ ഫോണിൻ്റെ സെയിൽ നടക്കുക. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഫോണിൻ്റെ വില വരിക. ഒരു 16,000-17,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടും എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇൻഫിനിക്സിൻ്റെ GT30 5G+ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.